ഏഴാമത്തെ പ്രതിധ്വനി. മഴ ജനലിൻ്റെ ഗ്ലാസ്സിൽ നഖം കൊണ്ട് ചുരണ്ടുന്നതുപോലെ ഇടിച്ചു പെയ്യുകയായിരുന്നു. 11ാം നിലയിലെ ചെറിയ ഫ്ലാറ്റിൽ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് ലാപ്ടോപ്പിൻ്റെ വെളിച്ചത്തിൽ ഇരിക്കുകയായിരുന്നു നില. സ്ക്രീനിൽ തുറന്നു കിടന്നത് അവളുടെ പുതിയ കഥയുടെ ടൈറ്റിൽ, ഏഴാമത്തെ പ്രതിധ്വനി. കീബോർഡിന്മേൽ വിരലുകൾ നിശ്ചലമായി. എഴുതാൻ ശ്രമിച്ചിട്ടും വാക്കുകൾ വന്നില്ല. അപ്പോഴായിരുന്നു ടക് ടക് ടക്. അടുക്കള ഭാഗത്തു നിന്ന് എന്തോ മൃദുവായി നിലത്ത് തട്ടുന്ന ശബ്ദം. നില തലയുയർത്തി നോക്കി. ശബ്ദം നിശ്ചലമായി. പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നതാകും, അവൾ സ്വയം ആശ്വസിച്ചു. പക്ഷേ ചില സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും ടക് ടക് ടക്. ഇപ്പോൾ കുറച്ചുകൂടി അടുത്ത്. ഫ്ലാറ്റിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു. ഫോൺ എടുത്ത് സമയം നോക്കി. 2:13. അതേ സമയം തന്നെയായിരുന്നു കഴിഞ്ഞ 3 ദിവസവും അവൾ ഉണർന്നത്. അവളുടെ കണ്ണ് പതിയെ അടുക്കളയുടെ ഇരുണ്ട ഭാഗത്തേക്ക് നീങ്ങി. അവിടെ ആരുമില്ല. പക്ഷേ ഫ്രിഡ്ജിൻ്റെ മുകളിലിരുന്ന സ്റ്റീൽ ഗ്ലാസ് സ്വയം ചെറുതായി കുലുങ്ങുകയായിരുന്നു. അവൾ എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ഫ്ലാറ്റ് മുഴുവൻ ഇരുട്ടിൽ മുങ്ങി. എങ്ങും മഴയുടെ ശബ്ദം മാത്രം. അതിനിടയിൽ അവളുടെ പിന്നിൽ നിന്ന് വളരെ മൃദുവായ ഒരു സ്ത്രീ ശബ്ദം. നില. അവളുടെ ശരീരം മുഴുവൻ തണുത്തു. അവൾ പതിയെ തിരിഞ്ഞു. ആരുമില്ല. ശ്വാസം വേഗത്തിലായി. ഭയം അവളുടെ സർവ്വനാഡികളിലേക്കും പ്രവഹിച്ചുകൊണ്ടിരുന്നു. വിറയാർന്ന കൈകൊണ്ട് അവൾ വീണ്ടും ലാപ്ടോപ്പിലേക്ക് നോക്കി. സ്ക്രീൻ സ്വയം തെളിഞ്ഞു. കഴ്സർ നീങ്ങിക്കൊണ്ടിരുന്നു. ആരോ അൺസീനായി ടൈപ്പ് ചെയ്യുന്നത് പോലെ. അവളുടെ കണ്ണുകൾ ഭയത്താൽ വികസിച്ചു. സ്ക്രീനിൽ പതിയെ വാക്കുകൾ തെളിഞ്ഞു. 7 ജന്മം കൂടെ ഉണ്ടാവാമെന്ന് നീ പറഞ്ഞില്ലേ? ഇത് 6ാമത്തേതാണ്. അവസാന ഫുൾ സ്റ്റോപ്പ് പ്രത്യക്ഷപ്പെട്ട നിമിഷം ഫ്ലാറ്റിൻ്റെ അകത്ത് എവിടെയോ നിന്ന് ഒരു പാദസരത്തിൻ്റെ ശബ്ദം കേട്ടു. ചിൽ ചിൽ ചിൽ. നിമിഷങ്ങൾ ഘടികാര വേഗത്തിൽ പാഞ്ഞു. എങ്ങും അന്ധകാരം വ്യാപിച്ചു. കാറ്റിൻ്റെ ഗതി തന്നെ മാറി. എങ്ങും ശൂന്യം, നിശബ്ദം. അവളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഭയം അവളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നിലയുടെ ശ്വാസം തകർന്നു പോയിരുന്നു. മുറിയിലെ ഇരുട്ട് പതിയെ അവളുടെ മേൽ കയറി വരുന്നത് പോലെ തോന്നി. ആരാണവിടെ? ശബ്ദം പുറത്തു വന്നപ്പോൾ അത് അവളുടേതാണോ എന്നും അവൾക്ക് സംശയമായി. ഉത്തരമില്ല. പക്ഷേ പാദസരത്തിൻ്റെ ശബ്ദം വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരുന്നു. ഇപ്പോൾ വളരെ അടുത്ത്. അവളുടെ വിരലുകൾ തണുത്തുപോയി. ലാപ്ടോപ്പ് അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കൈകൾ അനുസരിച്ചില്ല. സ്ക്രീനിലെ കഴ്സർ വീണ്ടും നീങ്ങാൻ തുടങ്ങി. പുതിയ വരികൾ പതിയെ പ്രത്യക്ഷപ്പെട്ടു. ഈ ജന്മത്തിലും നീ എന്നെ മറന്നോ? നില പെട്ടെന്ന് കസേരയിൽ നിന്ന് പിന്നോട്ട് തെറിച്ചു വീണു. ഹൃദയം നിയന്ത്രണം വിട്ട് മിടിക്കുകയായിരുന്നു. അവൾ ഫോൺ എടുക്കാൻ ശ്രമിച്ചു. സ്ക്രീൻ ഡെഡ്. ബാറ്ററി ഉണ്ടായിരുന്നു, പക്ഷെ ഫോൺ ഓണായില്ല. മഴയുടെ ശബ്ദം കനത്തു. അതിനിടയിൽ ഫ്ലാറ്റിൻ്റെ ബെഡ്റൂം വാതിൽ സ്വയം മൃദുവായി തുറന്നു. അകത്ത് കനത്ത ഇരുട്ട് മാത്രം. നിലയുടെ കണ്ണുകൾ ആ ഇരുട്ടിലേക്ക് പതിഞ്ഞു. അവൾക്ക് ആദ്യമൊന്നും കാണാനായില്ല. പിന്നീട് ഇരുട്ടിനുള്ളിൽ ആരോ നിൽക്കുന്നത് പോലെ ഒരു രൂപം, അനക്കമില്ലാതെ. ഉയരം കൂടിയ ഒരു സ്ത്രീ, നനഞ്ഞ മുടി, മുഖം മറച്ചിരിക്കുന്നു. അവളുടെ വലത് കാലിൽ മാത്രം ഒരു പാദസരം. ആ രൂപം പതിയെ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. നിലയുടെ ശരീരം പൂർണ്ണമായി തളർന്നു. ഓടണം, കൂവണം, അലറി വിളിക്കണം. പക്ഷേ ഒന്നും കഴിയുന്നില്ല. അപ്പോൾ ആ രൂപം തല അല്പം ഉയർത്തി. മുടികൾക്കിടയിലൂടെ കാണപ്പെട്ട കണ്ണുകൾ. അതെ, അത് നിലയുടെ സ്വന്തം കണ്ണുകളായിരുന്നു.